സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഉത്സവം ഈ വർഷവും അതിഗംഭീരമായി നടന്നു. നാട് മുഴുവൻ, തിരുവനന്തപുരം നഗരം മാത്രമല്ല ജില്ല തന്നെ യാഗശാലയായി മാറി. ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തിരുവനന്തപുരത്തിൻ്റെ മഹാനഗര ഭരണകൂടം, അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകളെയും, ജില്ലാ ഭരണകൂടത്തെയും സംസ്ഥാന ഭരണകൂടത്തെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ ചെറുപ്പക്കാരനായ മേയറുടെ നേതൃത്വത്തിൽ വലിയ നിലയിൽ ആ ഉത്സവം കൊണ്ടാടി. പൊങ്കാലയ്ക്ക് ഒരു മാസം മുമ്പ് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൻ്റെയും മീറ്റിംഗ് അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹം നേരിട്ട് തന്നെ. അതോടൊപ്പം കൗൺസിലർമാരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ഈ വർഷത്തെ ഈ പൊങ്കാല ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം, നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നിഷ്കർഷിച്ചു. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് താക്കീത് പോലും കൊടുത്തിരുന്നു. ഇതേ സമയത്ത് തന്നെ ആറ്റുകാൽ ഉത്സവം പരാജയപ്പെടുത്തണം എന്നുള്ള മനഃപൂർവ്വമായുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി വന്നതാണോ എന്നറിയില്ല, വെള്ളം കിട്ടാതായി തിരുവനന്തപുരത്ത് ആറ്റുകാൽ പ്രദേശത്തും അതിനോട് അനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ. പൈപ്പ് പൊട്ടലൊരു സ്വാഭാവികമായുള്ള പ്രക്രിയയായി മാറി, അല്ലെങ്കിൽ ആക്കി മാറ്റി. ചവറ്, പട്ടികളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായുള്ള പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ 2-3 മാസമായിട്ട് തിരുവനന്തപുരത്ത് നടന്നത്. പക്ഷെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട്. പക്ഷെ ഒരു 3 മാസം കൊണ്ട് എങ്ങനെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അതിരൂക്ഷമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു ഇല്ലാത്തതിനെ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയകൾ മുഴുവൻ ചില പ്രത്യേക വിഭാഗക്കാർ ഒരുക്കിയ വഴിയിൽ കൂടി സഞ്ചരിച്ചു. ഈ പരിപാടി തകരാറിലാകണം എന്ന ദുരുദ്ദേശത്തോടു കൂടി ഈ നഗരസഭയുടെ മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ ആദ്യം തന്നെ മുളയിൽ തന്നെ അതിനെ മോശമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, രാത്രി കാലങ്ങളിൽ പോലും, അതിരാത്രി പോലും ഉറക്കമുളച്ച് നടന്ന മേയർ, അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ബാക്കി ആളുകൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ, ഈ ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള ഒരു നല്ല പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണം കൂടുതൽ വാങ്ങിക്കൊണ്ട് ഒരു പാർക്കിംഗ് സെന്റർ, പ്രൈവറ്റ് പാർക്കിംഗ് സെന്റർ ആറ്റുകാലിന് അപ്പുറത്ത് കൊഞ്ചറോള ഭാഗത്ത് നടത്തി. മേയറോടെ പോയി വരുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. വിവരം പറഞ്ഞ സമയത്ത് തിരിച്ചു പോയി ആ പണം തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ധൈര്യത്തോടു കൂടിയിട്ടായിരുന്നു. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തൊരു നടപടി. ഇതിന് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്തിരുന്ന കാര്യം അതോടില്ലാതായി. ഇതൊരു സ്ഥലത്തല്ല, SMV സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു സംഭവം നടന്നു. ഇതേപോലെ തന്നെ കാറിനും വാഹനങ്ങൾക്കും എല്ലാം അത് അവിടെ പുനരുദ്ധാരണത്തിന്, അതിൻ്റെ ഉള്ളിലെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിനാണ് എന്ന കഥകൾ മെനഞ്ഞു. PTA നേതൃത്വത്തിലായിരുന്നു അത് നടന്നിരുന്നത്. ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം കൂടിയിട്ടായിരുന്നു. രാത്രി 1 മണി സമയത്താണ് ബഹുമാനപ്പെട്ട മേയർ ആ സ്ഥലത്തെത്തുകയും അത് നിർത്തിവെക്കാൻ പറയുകയും അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതും ഇല്ലാതാക്കി. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾക്കെതിരെയും മേയർ നിലകൊണ്ടു എന്നുള്ളതൊരു വാസ്തവമായിരുന്നു. മേയർ മാത്രമല്ല, ഇതിനുശേഷം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അതിനു മുമ്പ് തന്നെ വിവിധ സാമൂഹ്യ സംഘടനകൾ, സേവാഭാരതി അടക്കം
മുന്നോട്ട് വന്നു. ഈ ആറ്റുകാൽ പൊങ്കാല ഭംഗിയാക്കി നടത്താൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി. നമുക്കറിയാം, ഒരു 3-4 വർഷം മുമ്പ് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം രാത്രി പൈപ്പ് പൊട്ടി, വെള്ളം കിട്ടാനില്ല, പരക്കം പാഞ്ഞു. ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ. പക്ഷേ ആ സമയത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേറ്റു, സേവാഭാരതി പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേറ്റു. ഇമ്മീഡിയറ്റ് ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ പല പ്രദേശത്തും ടാങ്കുകൾ സംഘടിപ്പിച്ചു. ആ ടാങ്കുകളിൽ വെള്ളം എത്തിച്ചുകൊണ്ട് ആ വർഷത്തെ പൊങ്കാല നല്ല ഭംഗിയാക്കി നടത്താൻ അന്ന് സാധിപ്പിച്ചു എന്നുള്ളൊരു വാസ്തവമായിരുന്നു. അതേ ശക്തിയാ സേവന മനോഭാവമുള്ള ആൾക്കാർ അവർ തന്നെയാണ് ഈ പ്രാവശ്യവും പൊങ്കാല വെള്ളം കിട്ടാതെ ആകുമോ എന്ന് വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും അതിനു വേണ്ടി വന്നാൽ പ്രവർത്തിക്കാൻ തയ്യാറായി കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഡോക്ടർമാരുടെ സമരം നമുക്കറിയാം. ആ ഡോക്ടർമാരുടെ സമരം മുന്നോട്ട് പോകും. ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടാവില്ല, വൈദ്യസഹായം കിട്ടില്ല എന്ന് വന്ന സമയത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ, അതേപോലെ മറ്റുള്ള സംഘടനകളുമുണ്ട് നേതൃത്വത്തിൽ നിരവധി കേന്ദ്രങ്ങളിൽ ആ വൈദ്യസഹായം ചെയ്യാനുള്ള ആംബുലൻസും സന്നദ്ധ സേവകരും എല്ലാവരും ഒരുങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉറപ്പിച്ചു. ഇതൊരു വലിയ സന്ദേശമായിരുന്നു ജനങ്ങൾക്കും കൊടുത്തത്. ആവശ്യം വരുന്ന സമയത്ത് ജനസേവനത്തിനായി, അതിൽ ജാതിയോ മതമോ മറ്റൊന്നും നോക്കാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള സാമൂഹ്യ സംഘടനാ പ്രവർത്തനം കേരളത്തിലും തിരുവനന്തപുരത്തും എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും കൂടിയായിരുന്നു ഇത് ചെയ്തിരുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്ത സമയത്തും ഇതൊന്നും അല്ല നടന്നത് എന്ന് കാണിക്കുന്ന ഒരവസ്ഥ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും ധാർഷ്ട്യം മുന്നിൽ കണ്ടുകൊണ്ടും ചെയ്യുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ ഈ മേയർ എന്തെല്ലാമോ ചെയ്യുന്നു എന്ന് കണ്ട സമയത്ത് അതില്ലാതെയാക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി കഠിനമായ ശ്രമം പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതിനിധി ആയിക്കൊണ്ടല്ല എങ്കിൽ പോലും മേയറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചെയ്യുന്ന, കൗൺസിലർമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിൽ ആ ശരിയായി തന്നെ സമൂഹം കാണേണ്ടതാണ്. കഠിനമായ അധ്വാനമാണ് മേയറുടെ നേതൃത്വത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പാർശ്വവൽക്കരിക്കാനും അതില്ലാതാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ലതല്ല എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഏതായാലും മുൻ വർഷത്തെ കാര്യങ്ങൾ ഇഴത്തിക്കാട്ടുകയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിഞ്ഞ സമയത്ത് ചെയ്യാത്ത കാര്യത്തിൽ ചവറ് നീക്കാൻ വേണ്ടി വണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അതിൽ പണം എഴുതി എടുത്ത ഒരു ഭരണസമിതിയെ ഇവിടുത്തെ സമൂഹം കണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ കണ്ടത്. അത് ആറ്റുകാൽ പൊങ്കാല വിജയിപ്പിക്കാൻ വലിയ നിലയിൽ അത് സാധിച്ചു. പൊങ്കാല കഴിഞ്ഞ് ഉടനെ തന്നെ റോഡ് മുഴുവൻ വൃത്തിയാക്കി, കൃത്രിമമായ മഴ പെയ്യിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ, വലിയൊരു പ്രശ്നമില്ലാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരം വൃത്തിയായ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിന് ഈ നഗരസഭയെയും ബഹുമാനപ്പെട്ട മേയർ വി രാജേഷിനെയും അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഹിന്ദുധർമ്മ പരിഷത്ത് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെയും.